ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി ഇന്ന് യോഗം ചേരും. പൊതുജനങ്ങൾക്ക് ഉപാധികളോടെ മാത്രമാകും സംഗമത്തിലേക്ക് പ്രവേശനം. തിരഞ്ഞെടുത്ത ഭക്തർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔദ്യോഗിക ക്ഷണക്കത്ത് നൽകി തുടങ്ങി. അയ്യപ്പ സംഗമത്തിൽ NSS പങ്കെടുക്കുന്നുണ്ട്. അതേസമയം പരിപാടിക്കെതിരെ പ്രതിഷേധത്തിനിറങ്ങുകയാണ് BJP. ബഹുജനാഭിപ്രായം സ്വരൂപിക്കുമെന്നും നടക്കാൻ പോകുന്നത് തെറ്റാണെന്ന് ജനത്തെ അറിയിക്കുമെന്നുമാണ് കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ ഭക്തിയെ അളക്കാൻ ദേവസ്വം ബോർഡിന് എന്താ മാർഗമുള്ളത്? ഇതൊരു വാണിജ്യ താല്പര്യത്തിന് വേണ്ടി പണം സംഭരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ മേള എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിന് ഭക്തിയുമായിട്ട് എന്ത് ബന്ധം? 10 കോടി രൂപ തരുന്ന ആളിനേക്കാളും ഒന്നുമില്ലാതെ വരുന്ന ഒരു ഭക്തൻ്റെ ഭക്തിക്കാണ് അവിടെ വില. അയ്യപ്പന്മാരെ വേർതിരിക്കുന്ന, പണക്കാരെന്നും പാവങ്ങളെന്നും പറഞ്ഞ് രണ്ടാക്കി തരംതിരിക്കുന്ന ഏർപ്പാട് നമ്മുടെ സാമൂഹ്യ സമത്വ ദർശനത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളിയാണ്. അതിൻ്റെ പരസ്യമായ ധ്വംസനമാണ്. ഇത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ് എന്ന് തന്നെ പറയും. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുകയാണ്. ഗോകുൽനാഥ് വിവരങ്ങളുമായി. ഗോകുൽനാഥ്, ഇപ്പോൾ ഭക്തർക്ക് മാത്രമായിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രവേശനമെന്ന് മന്ത്രി വീൻവാസവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭക്തരെന്ന് പറയുമ്പോൾ വിദേശത്തുള്ള ഭക്തരെ അടക്കം ക്ഷണിക്കുന്നു. ഇപ്പോൾ 500 പേരുടെ പട്ടികയാണോ തയ്യാറായിരിക്കുന്നത്? 3000 പേരുണ്ടാകുമെന്ന് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ആരും ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ടോ സർക്കാർ? അപ്പുറത്ത് BJP ഒരു പ്രതിഷേധം നടത്തുമ്പോൾ ഭക്തരോട് ആലോചിക്കണമെന്നാണ് BJP പറഞ്ഞത്. പക്ഷേ ഭക്തർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ NSS അടക്കമുള്ള സാമുദായിക സംഘടനകളും പങ്കെടുക്കുന്നു. SNDP യോഗം അതിനെ സ്വാഗതം ചെയ്ത് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഗോകുൽനാഥ്, സ്മൃതി, എന്തായാലും ഈ വിഷയം രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് മതസംഘടനകളും ജാതി സംഘടനകളും ഒക്കെ അവരുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും ഈ അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് BJP ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് ഇതൊരു വിശ്വാസ സംഗമമല്ല, മറിച്ച് ഇതിനെ ഒരു വാണിജ്യ തൽപര രീതിയിലേക്ക് തന്നെ സർക്കാർ നീക്കിക്കൊണ്ട് പോവുകയാണ്. അതിനെതിരെയാണ് BJP ഇപ്പോൾ സമരവും പരിപാടികളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നത്. ഇത് തെറ്റാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ എന്താണ് കൈക്കൊള്ളുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ആദ്യം ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ രാഷ്ട്രീയ കക്ഷികളെയോ ഈ വിശ്വാസ സംഗമത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിലപാട് തിരുത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കക്ഷികളെയും ഒക്കെ വിളിക്കും. അതുകൂടാതെ തന്നെ 500ഓളം വിദേശികളെയാണ് മലേഷ്യയിൽ നിന്നടക്കമുള്ള വിദേശികൾ, അതായത് കഴിഞ്ഞ 3 വർഷത്തിനിടെ 2ഓളം തവണ അയ്യപ്പ സന്നിധിയിൽ എത്തിയ വിശ്വാസികളെ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായിട്ടുള്ള ഈ കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ വിജ്ഞാപനത്തിൽ ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ശബരിമല വെർച്വൽ ക്യൂ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത 3 വർഷത്തിനിടെ 2 തവണ ശബരിമല അയ്യപ്പ ദർശനം നടത്തിയ ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഭക്ത സംഗമത്തിലേക്ക് പ്രവേശനമുള്ളത്. അതേപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് തന്നെ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചില സെലിബ്രിറ്റികൾ, മോഹൻലാൽ അടക്കം, ജയറാം അടക്കമുള്ള ആളുകൾക്ക് ചില കത്തുകൾ, യേശുദാസിന് അടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ ചില കത്തുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് തന്നെ നൽകുകയും ചെയ്തു. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ക്ഷണിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളെ കൂടെ ക്ഷണിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് ഉന്നതതല യോഗം ചേരുകയാണ്. ആ യോഗത്തിന് ശേഷമായിരിക്കാം ഈ കരട് വിജ്ഞാപനത്തിൽ കൂടുതൽ വിവരങ്ങൾ വരിക. എന്തായാലും മാധ്യമങ്ങളെ കൂടി ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് വാർത്താ സമ്മേളനമുണ്ട്. 2:30 സമയത്തോടെ വാർത്താ സമ്മേളനം. കൃത്യമായൊരു വ്യക്തത ഇക്കാര്യത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.